മിസ്ന പോയി. ഇനിയിപ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീൻ സെയിം സ്റ്റോറി. നമ്മുടെ ഗോ ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കറങ്ങിറങ്ങി കേട്ടോ. മാതയുടെ ആ സെയിം ഏരിയയിലാണ് പോയത്. നമ്മളവിടെയുള്ള ഹൈ സ്ട്രീറ്റിലെ കൂടെ വന്ന് നടന്നു. പിന്നെ അവിടെയുള്ള കുറച്ച് ഷോപ്പുകളൊക്കെ ഒന്ന് കയറി നോക്കി. ഒരു രസം. അപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം ബ്രാൻഡുകളെല്ലാം ഒരു 10 മിനിറ്റ്സ് വാക്കിങ്ങിലുണ്ട്. പിന്നെ കുറേ ഇതേപോലെ വണ്ടി കളക്ഷൻസൊക്കെ നോക്കി. വണ്ടി പ്രാന്തന്മാരാണല്ലോ നമ്മൾ. ഷോപ്പിൻ്റെ അകത്തൊക്കെ കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറേ സംഭവങ്ങൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പോയി കയറി കണ്ട് ആ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞു വെച്ചു. ഗോകു ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ആൾ. അവനെ അറിയാത്ത സ്ഥലങ്ങളില്ല. പുള്ളി വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നടക്കും, സെറ്റാവും. രണ്ടുപേരും ജോബൊന്നും ഇല്ലാതെ ഇരിക്കണോണ്ട് തന്നെ രണ്ടുപേരും സെയിം സ്ട്രഗിൾ അനുഭവിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ മൈൻഡ് മടക്കണ്ടല്ലോ. വെറുതെ ഇങ്ങനെ പോയി കണ്ട് ഒന്ന് പരിചയപ്പെട്ടിരിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. കാരണം മിസ്ന വരാറായി. ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ പ്യൂർ ജിമ്മും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സബ്വേ അത്യാവശ്യം. പിന്നെ അതേപോലെ നമ്മൾ പോരുന്ന വഴിക്ക് ബ്രിഡ്ജിൻ്റെ സൈഡിൽ സ്വാനെ കണ്ട് ഒരല്പം അത് നോക്കി നിന്ന്. അപ്പോഴേക്കും മിസ്ന വരാറായി. നേരെ വീട്ടിലേക്ക് വന്നു. മിസ്ന വന്നപ്പോഴേക്കും മിസ്നാക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം. വന്നപ്പോ കാക്കാന്റെ സ്പെഷ്യൽ എന്തോ ഉണ്ടാക്കണുണ്ട്. കുറച്ച് ദിവസമായി പറയണ ഒരു സാധനം എനിക്ക് ഉണ്ടാക്കി തരാം. സാധനം സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും കാണിക്കട്ടാ. രസമുണ്ട് കാണാന്. എന്തൊക്കെ ഇട്ടേക്കണേ എന്താ ഞാൻ തിന്നു കണ്ടുപിടിക്കും. ഇങ്ങനൊക്കെ ആയോ ഞാന്. കാക്കി ഒട്ടിക്കൽ ഇച്ചിരി കൂടുതലാണല്ലോ. അത് കുഴപ്പമില്ല കാക്ക. ഒരു ഷീറ്റും കൊണ്ട് 6 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്കെയിൽ വേണോ? അങ്ങനെ മസാല സെറ്റ് ചെയ്തു. ആ നേരം കൊണ്ട് മിസ്ന മുട്ടയും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാലയും കൂടി സെറ്റ് ചെയ്ത് ഷീറ്റിൻ്റെ മുകളിൽ വെച്ചു. അതിൻ്റെ മുകളിൽ മുട്ടയും മുറിച്ച് വെച്ചു. പിന്നെ ഒരു മുട്ടയുടെ വൈറ്റ് എടുത്ത് മുകളിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഫോയിലെടുത്ത് സെറ്റാക്കി നേരെ ഓവനിലേക്ക് വെച്ചിട്ടോ. ഇതൊന്നും അറിയില്ല, ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് ഞങ്ങൾ. ഞാനും ആദ്യമായിട്ട് ട്രൈ ആണെങ്കിൽ പോലും മിസ്നാക്കും കൊണ്ട് ഒന്നുകൂടി ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കണ്ണുടച്ച് ട്രൈ ചെയ്തത്. സംഭവം സെറ്റായിട്ടോ. ഒരു പ്രാവശ്യം തുറന്നു നോക്കി. എന്നിട്ട് രണ്ടാമത് കൂടി ഒരു അല്പം കൂടി സെറ്റ് ചെയ്തപ്പോഴത്തേക്കും അടിപൊളി സാധനം കിട്ടി. അങ്ങനെ മിസ്ന ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇതൊന്ന് നമുക്ക് വേണ്ടി കഴിച്ച് കുറച്ച് കച്ചപ്പൊക്കെ കൊടുത്ത് ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ട്. ഓ അതെ, നല്ല മുരിഞ്ഞ പഫ്സ് കഴിച്ച നല്ല ടേസ്റ്റ് കാക്കാ. ഞാനത് ഉണ്ടാക്കിയേ. ആ നമുക്കറിയണ കൂടോ ചൂടോ ആവി പറക്കണുണ്ടാവും. ചൂടാറാണ്ടോ ആലോചിക്കാൻ പറ്റില്ല. മുട്ടയുടെ ടേസ്റ്റ്. ഇതേപോലെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ സർപ്രൈസൊക്കെ കൊടുത്ത് അവളൊന്ന് സന്തോഷമാക്കുക, അവൾക്കൊന്ന് മോട്ടിവേഷൻ കൊടുക്കാൻ. അത് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അവൾ ഹാപ്പിയായി. അപ്പം ഹാപ്പിയായി വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഫുഡ് അടിച്ച് നേരത്തെ കിടന്നു കേട്ടോ.